നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറന്നു. കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തിയായ അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. നട തുറന്നപ്പോൾ ദർശനത്തിനെത്തിയത് 1.5 ലക്ഷം തീർത്ഥാടകർ. തുടർന്ന് മേൽശാന്തി 18ാം പടിയിറങ്ങി ഹോമകുണ്ടത്തിൽ അഗ്നി പകർന്നു. ഇന്ന് പുലർച്ചെ 3 വൃശ്ചികപ്പുലരിയിൽ പുതിയ മേൽശാന്തിമാർ ശബരിമല മാളികപ്പുറം നടകൾ തുറക്കുന്നതോടെയാണ് തീർത്ഥാടനത്തിന് തുടക്കമാവുക. ദർശന സമയം എല്ലാ ദിവസവും പുലർച്ചെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 3 മുതൽ രാത്രി 11 വരെയുമാണ്. ദർശനം നടത്തുന്നതിന് ഓൺലൈൻ ബുക്കിംഗ് ചെയ്യണം. പ്രതിദിനം 70,000 പേർക്ക് ഓൺലൈൻ ബുക്കിംഗ് നടത്താൻ സാധിക്കും. സ്പോട്ട് ബുക്കിംഗ് സൗകര്യങ്ങളും നിലവിലുണ്ട്. പമ്പ, നിലയ്ക്കൽ, എരുമേലി, വണ്ടിപ്പെരിയാർ സത്രം, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 26-നാണ് അങ്കിചാർത്തിയുള്ള ദീപാരാധന. മണ്ഡലപൂജ 27-നാണ്. 27-ന് രാത്രി നടയടയ്ക്കുന്നതോടെ മണ്ഡലകാലം പൂർത്തിയാകും. കോഴിക്കോട് മലാപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി നിരവധി വീടുകളിൽ വെള്ളം കയറി. മലാപ്പറമ്പ് ഫ്ലോറിക്കൽ റോഡിലാണ് പൈപ്പ് പൊട്ടിയത്. റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണുള്ളത്. ശബ്ദം കേട്ടതിന് പിന്നാലെയാണ് പ്രദേശത്തുള്ളവർ സംഭവം അറിയുന്നത്. വീടുകളുടെ മുറ്റത്ത് വരെ വെള്ളമെത്തി. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. പൈപ്പ് പൊട്ടിയത് പരിഹരിക്കാൻ സമയമെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രദേശത്ത് സ്ഥിരം പൈപ്പ് പൊട്ടാറുണ്ടെന്ന് സമീപവാസികൾ പറയുന്നു. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടിത്തള്ളിയിട്ട സംഭവത്തിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു യുവതിയെ രക്ഷിക്കുകയും പ്രതിയെ കീഴ്പ്പെടുത്തുകയും ചെയ്ത ചുവന്ന ഷർട്ടുകാരൻ ശങ്കറിനെ റെയിൽവേ പോലീസ് കണ്ടെത്തി. തമ്പാനൂർ സ്റ്റേഷനിൽ എത്തിച്ചു. ഇന്നലെ ഉച്ചയോടെ പോലീസ് സ്റ്റേഷനിലെത്തിയ ഇയാൾ പ്രതി സുരേഷിനെ തിരിച്ചറിഞ്ഞു. ബീഹാർ നളന്ദ സ്വദേശിയാണ് ശങ്കർ പാസ്വാൻ. കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിലെ വ്യവസായ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ശാസ്ത്രീയ തെളിവെടുപ്പിനായി സ്വർണ്ണക്കവർച്ചയെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്നലെ ശബരിമലയിലെത്തി. SP ശശിധരന്റെ നേതൃത്വത്തിൽ വിദഗ്ധരടങ്ങുന്ന 15 സംഘമാണ് എത്തിയത്. ഇന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം തന്ത്രി ദേവന്റെ അനുജ്ഞ വാങ്ങും. തുടർന്ന് നടയടച്ച ശേഷമാണ് പരിശോധന നടത്തുക. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ സൈഡ് പില്ലർ പാളികളുടെ തൂക്കം, 2019 ഘടിപ്പിച്ച കട്ടിളപ്പാളികളുടെ തൂക്കം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിട്ടില്ലാത്ത ക്ഷേത്രഭാഗത്തെ സ്വർണത്തിന്റെ സാമ്പിളുകൾ, മറ്റിടങ്ങളിലെ സാമ്പിളുകൾ, ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളകളിലെയും ചെമ്പുപാളികളുടെയും സാമ്പിളുകൾ തുടങ്ങിയവ സംഘം ശേഖരിക്കും. പ്രാദേശിക ഭാഷയ്ക്കായുള്ള ദക്ഷിണേന്ത്യൻ MPമാരും കേന്ദ്രമന്ത്രിമാരും തമ്മിലുള്ള തർക്കത്തിൽ വഴിത്തിരിവ്. ജോൺ ബ്രിട്ടാസ് MPക്ക് മലയാളത്തിൽ മറുപടി നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുതിയ രീതിക്ക് തുടക്കമിട്ടു. മോദി സർക്കാരിൽ പല മന്ത്രിമാരും ഹിന്ദിയിൽ മാത്രം മറുപടി കത്തുകൾ അയക്കുന്നത് ദക്ഷിണേന്ത്യയിലെ MPമാരുടെ വിമർശനത്തിന് കാരണമായി. ഇംഗ്ലീഷിൽ മറുപടി നൽകുന്നതായിരുന്നു കീഴ്വഴക്കം. എന്നാൽ ചില മന്ത്രിമാർ ഹിന്ദിയിൽ മാത്രം മറുപടി നൽകുകയായിരുന്നു. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണിതെന്ന് ആരോപണവും ഉയർന്നു. ഈ പശ്ചാത്തലത്തിലാണ് അമിത്ഷായുടെ മലയാളത്തിലുള്ള മറുപടി. ബന്ദിയോട് മുട്ടം ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. മഞ്ചേശ്വരം മച്ചമ്പാടിയിലെ CP ഫാത്തിമത്ത് മിർസാന ആണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. ആൾട്ടോ കാറും ഥാർ ജീപ്പും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കൂട്ടിയിടിയിൽ ഓൾട്ടോ കാർ പൂർണ്ണമായും തകർന്നു. 2 വാഹനങ്ങളും മംഗളൂരു ഭാഗത്തേക്ക് പോവുകയായിരുന്നു. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. യുവതിയെയും മറ്റുള്ളവരെയും ഉടൻ തന്നെ മംഗളൂരു യൂണിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഫാത്തിമത്ത് മിർസാനയുടെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റവരിൽ കാറിലുണ്ടായിരുന്ന ഒരാളുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. ഇടിച്ച ഥാർ റോഡിലേക്ക് മറിഞ്ഞ് ഥാറിലുണ്ടായിരുന്നവർക്കും പരിക്കേറ്റു. ചെങ്കോട്ട കാർ സ്ഫോടന കേസിൽ നിർണായക വഴിത്തിരിവ്. ഉമർ മുസമ്മിൽ, ഷഹീൻ എന്നീ 3 ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് 20 ലക്ഷം രൂപയുടെ ഫണ്ട് കൈമാറ്റം നടന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഹവാല ശൃംഖല വഴി ജെയ്ഷെ മുഹമ്മദ് കൈകാര്യം ചെയ്യുന്ന ആളാണ് ഈ തുക എത്തിച്ചതെന്ന് സംശയിക്കുന്നതായി രഹസ്യാന്വേഷണ വൃത്തങ്ങൾ ഞായറാഴ്ച അറിയിച്ചു. ഇതിൽ ഏകദേശം 3 ലക്ഷം രൂപ 26 ക്വിന്റൽ NPK വളം, കൃഷിയിൽ ഉപയോഗിക്കുന്ന ഒരു നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം അധിഷ്ഠിത രാസ സംയുക്തം എന്നിവ വാങ്ങുന്നതിനായി ചിലവഴിച്ചതായി കരുതപ്പെടുന്നു. ഇത് സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളതുമാണ്. ഫണ്ട് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഉമർ ഉൻ നബിയും ഡോക്ടർ ഷഹീനും തമ്മിൽ സംഘർഷം ഉടലെടുത്തതായി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ഡൽഹിയിൽ നടന്ന കാർ ബോംബ് സ്ഫോടനത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചാവേർ ബോംബറുടെ പ്രധാന സഹായിയെ അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച കാശ്മീരിൽ നിന്നുള്ള അമീർ റാഷിദ് അലി എന്നയാളെ ദേശീയ അന്വേഷണ ഏജൻസി NIA കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. നവംബർ 10-ന് നടന്ന സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഡൽഹിയിൽ നിന്ന് അമീറിനെ അറസ്റ്റ് ചെയ്തത്. NIAയുടെ കണക്കനുസരിച്ച് വാഹനം സുരക്ഷിതമാക്കാൻ ഉമറിനെ സഹായിക്കാൻ
ഇയാൾ തലസ്ഥാനത്തേക്ക് പോയിരുന്നു. പിന്നീട് ഇത് വാഹനത്തിൽ ഘടിപ്പിക്കാവുന്ന ഒരു ഇംപ്രവൈസ് സ്ഫോടക വസ്തുവായി VBID മാറ്റി. പാകിസ്ഥാനുമായി ബന്ധമുള്ള ആയുധ മയക്കുമരുന്ന് ശൃംഖലയെ പഞ്ചാബ് പോലീസ് തകർത്തു. 5 പേരെ അറസ്റ്റ് ചെയ്തു. 6 പിസ്റ്റളുകളും 1 കിലോയിലധികം ഹെറോയിനും പിടിച്ചെടുക്കുകയും ചെയ്തു. പ്രതികൾ സോഷ്യൽ മീഡിയയിലൂടെയും ഡ്രോണുകളിലൂടെയും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹാൻഡ്ലർമാരുമായി ബന്ധപ്പെട്ടിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ദില്ലിയിൽ അമിത്ഷായുമായി JDU നേതാക്കളായ സഞ്ജയ് ഝായും കേന്ദ്രമന്ത്രി ലല്ലൻ സിംഗും നടത്തിയ കൂടിക്കാഴ്ചയിൽ ബീഹാറിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചയിൽ ഏകദേശ ധാരണയായതായി റിപ്പോർട്ട്. JDUവിന് 14 വരെ മന്ത്രിമാരുണ്ടാകും. BJPക്ക് ഉപമുഖ്യമന്ത്രി പദം ഉൾപ്പെടെ 16 മന്ത്രിമാർ. ചിരാഗ് പാസ്വാന്റെ LJPക്ക് 3-ഉം ജിതിൻ റാം മാഞ്ചിയുടെ ഉപേന്ദ്ര കുഷിയുടെയും പാർട്ടികൾക്ക് ഓരോ മന്ത്രിസ്ഥാനവും ലഭിക്കും. ഇന്ന് പാറ്റ്നയിൽ 202 NDA MLAമാരും യോഗം ചേർന്ന് കക്ഷി നേതാവായി നിതീഷ് കുമാറിനെ തെരഞ്ഞെടുക്കും. 10ാം തവണ മുഖ്യമന്ത്രിയായി ചരിത്രം സൃഷ്ടിക്കാനൊരുങ്ങുന്ന നിതീഷ് തുടർച്ചയായി 5 തവണ പദവിയിലെത്തുന്ന പ്രത്യേകതയുമുണ്ട്. തെക്കുകിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഒരു കൊബാൾട്ട് ഖനിയിൽ പാലം തകർന്നു 32 തൊഴിലാളികൾ മരിച്ചതായി ഒരു പ്രാദേശിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കലാൻഡോ ഖനിയിലെ വെള്ളപ്പൊക്ക പ്രദേശത്താണ് ശനിയാഴ്ച പാലം തകർന്നതെന്ന് ലുവാലബ പ്രവിശ്യയുടെ ആഭ്യന്തരമന്ത്രി റോയ് കൌംബ മയോണ്ടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 32 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. 100 കണക്കിന് തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രവിശ്യ തലസ്ഥാനമായ കോൾവേസിയിൽ നിന്ന് ഏകദേശം 26 മൈൽ തെക്ക് കിഴക്കായിട്ടാണ് ഖനി സ്ഥിതി ചെയ്യുന്നത്. പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ ICT വിധി വരാനിരിക്കെ ബംഗ്ലാദേശിൽ ഞായറാഴ്ച രാത്രി വൈകിയുണ്ടായ സ്ഫോടനങ്ങളും വർദ്ധിച്ചുവരുന്ന അശാന്തിയും ജനങ്ങളെ പിടിച്ചുലച്ചു. കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരായ സൈനിക നടപടിയിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിനാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടേക്കാവുന്ന പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ വിധി വരാനിരിക്കെയാണ് സംഘർഷം നിയന്ത്രിക്കാൻ അധികൃതർ ശ്രമിച്ചത്. പാകിസ്ഥാന്റെ സിന്ധ് പ്രവിശ്യയെ പിടിച്ചുകുലുക്കി വൻ സ്ഫോടനം. അനധികൃതമായി നിർമ്മിച്ച താൽക്കാലിക പടക്ക നിർമ്മാണ ഫാക്ടറിയിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി രക്ഷാപ്രവർത്തകർ ഞായറാഴ്ച അറിയിച്ചു. ഇതുവരെ 7 മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്തു. സ്ഫോടനത്തെ തുടർന്ന് ഒരു വീടിന്റെ ഒരു ഭാഗം തകർന്നു. ചിലർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിവിധ രാജ്യങ്ങൾ US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് വ്യാപാര തീരുവ ഉയർത്തി ആ രാജ്യങ്ങളെ ശ്വാസം മുട്ടിച്ച് തനിക്കാവശ്യമായത് നേടിയെടുക്കുന്ന ട്രംപിന്റെ രീതിക്ക് തിരിച്ചടി. വാഴപ്പഴത്തിന് അമേരിക്കയിൽ വില കൂടിയതാണ് ട്രംപിന് തിരിച്ചടിയായത്. കാരണം വാഴപ്പഴത്തിന് വൻ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതോടെ US-ലേക്ക് വാഴപ്പഴം കയറ്റുമതി ചെയ്യുന്നവർ വില ഉയർത്താൻ തുടങ്ങി. ഇത് അമേരിക്കൻ വിപണിയിൽ വാഴപ്പഴത്തിന് വില കൂട്ടാൻ കാരണമായി. അതുപോലെ ബീഫ്, തക്കാളി തുടങ്ങിയ ചരക്കുകൾക്കും ഇതേ ഗതി വന്നു. ഇതോടെയാണ് തീരുവ ഉയർത്തി രാജ്യങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ഏർപ്പാട് ഭാവിയിൽ അമേരിക്കയിൽ വൻതോതിൽ പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്ന് വിലയിരുത്തൽ വന്നത്. അമേരിക്കയുടെ സൈനിക ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും നൂതനമായ വിമാനവാഹിനി കപ്പൽ ഞായറാഴ്ച കരീബിയൻ കടലിലെത്തി. മയക്കുമരുന്ന് കടത്തുന്നതായി സംശയിക്കുന്ന കപ്പലുകൾക്കെതിരെ സൈനിക ആക്രമണം നടത്തുമ്പോൾ ദക്ഷിണ അമേരിക്കയിലെ ട്രംപ് ഭരണകൂടത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് പുതിയ സൈനികരുടെയും ആയുധങ്ങളുടെയും വരവ് എന്ത് സൂചന നൽകുമെന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നു. പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ വരൾച്ച നേരിടാൻ മഴ പെയ്യിക്കുന്നതിനായി ഇറാനിലെ അധികാരികൾ ക്ലൗഡ് സീഡിംഗ് ആരംഭിക്കുകയും മേഘങ്ങളിൽ രാസവസ്തുക്കൾ തളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉർമിയ തടാകത്തിൽ ശനിയാഴ്ച ക്ലൗഡ് സീഡിംഗ് പ്രക്രിയ നടന്നതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ ഏറ്റവും വലിയ തടാകമായ ഉർമിയ മിക്കവാറും വറ്റി വരണ്ടു ഒരു വലിയ ഉപ്പ് തടമായി കാണപ്പെടുന്നു. കിഴക്കും പടിഞ്ഞാറുമുള്ള അസർബൈജാനിൽ കൂടുതൽ ക്ലൗഡ് സീഡിംഗ് നടത്തുമെന്നും ഏജൻസി അറിയിച്ചു. ഇറാനിൽ മഴ റെക്കോർഡ് താഴ്ന്ന നിലയിലാണ്. ജലസംഭരണികൾ ഏതാണ്ട് ശൂന്യമാണ്. ഉടൻ മഴ പെയ്തില്ലെങ്കിൽ ടെഹ്റാനിലെ ജലവിതരണം റേഷൻ ചെയ്യേണ്ടി വരുമെന്നും ആളുകളെ ഒഴിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും കഴിഞ്ഞയാഴ്ച പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.